ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കുഷൻ കവറാണ്. അപ്പോൾ ഒരു കുഞ്ഞ് 30 by 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കുഷൻ കവറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3D എഫക്റ്റ് ഉള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതാണ് നമ്മുടെ കുഷൻ കവർ. ഇത് 30 by 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കുഷൻ കവറാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ച ഈ കുഷൻ കവർ. എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ സിബ്ബുള്ള സൈഡിൽ സിബ്ബുള്ള ഒരു കുഷൻ കവറാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് കുഷൻ കവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോർണറിൽ ഡിസൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ ഇട്ട് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എവിടെയാണോ സിബ്ബ് വരുന്നത് ആ ഒരു കോർണറിൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ ഫ്രെയിം ഇട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ സിബ്ബുള്ള പോർഷനിലാണ് ഞാനൊരു ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു കുഷൻ കവറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താലും നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഡിസൈനിൻ്റെ അത് ക്ലിയർ ആയിട്ട് വരത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം കാർബൺ പേപ്പർ വെച്ച് വരച്ചു. അപ്പോൾ ഒരു ലൈറ്റായിട്ട് എനിക്കൊരു ഇമേജ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ പെൻ വെച്ചിട്ടാണ് ഞാനിവിടെ വരച്ച് ഡാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇങ്ങനത്തെ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയലാണ്, കട്ടിയുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പം താഴത്തോട്ട് പെൻ വെച്ച് വരയ്ക്കുമ്പോൾ താഴത്തോട്ട് തുണി ഇങ്ങനെ അമന്ന് പോകുന്ന അങ്ങനത്തെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വേഗമായിട്ടൊരു ഐഡിയ കിട്ടും. നമ്മൾക്ക് ഫുള്ളായിട്ട് വന്നില്ലെങ്കിലും കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തെളിഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് അതൊന്ന് പെന്നോ പെൻസിലോ വെച്ച് ഡാർക്കൻ ചെയ്തെടുത്താച്ചാൽ മതി. എന്നിട്ട് ഫ്രെയിം ഇട്ട് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കത് ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം വലിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ആദ്യം സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. സ്റ്റെം തയ്ക്കുന്നതെല്ലാം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടോ. ഇവിടെയുള്ള സ്റ്റെം ആയാലും ഇതും ഇവിടെയുള്ള എല്ലാ സ്റ്റെംസും തയ്ക്കുന്ന ബാക്ക് സ്റ്റിച്ച് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കാനായിട്ട് കുറേ കളർ ത്രെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുക്കുന്നത് തന്നെ എല്ലാ ഇവിടെ ഇപ്പോൾ ലീവ്സ് ആയാലും സ്റ്റെം ആയാലും എന്ത് തയ്ക്കുന്നതായാലും 6 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റെംസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്ക്കുമ്പം നമുക്ക് നല്ല കട്ടിയുള്ള തുണിയാണ്. കുഷനൊക്കെ ആയതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അടിയിൽ കൂടെ എന്തോരം വേണമെങ്കിലും വലിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഇതാണ്. ചിലവർക്ക് വലിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അടിയും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വലിക്കാണ്ട് ഓരോന്ന് തന്നെ കെട്ടിട്ട് തന്നെ തയ്ക്കുക. ആകെ ഒരു പില്ലോ കവറിൻ്റെ കോർണറിലായിട്ട് ഒരു ഡിസൈനേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ബാക്കി പ്ലെയിൻ ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല എന്നോർത്തുകൊണ്ടാണ് ഞാനൊരു 3D ഇഫക്റ്റ് ഉള്ള ഒരു ഫ്ലവർ തയ്ക്കാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ കുഷനത്തിലൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുവാണെങ്കിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സിംഗിൾ പീസായിട്ട് ഇരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ കുഷൻ്റെ ഉള്ളിൽ അത്രയും വലിയൊരു സോഫ സെറ്റിൽ ഒരു 1-2 കുഷനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അത് കുറച്ചും കൂടെ എംപോസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാലായിരിക്കും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാവരും കുഷത്തിലൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി എടുത്ത് നിൽക്കണ്ടേ, അപ്പോൾ നല്ല കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോഴും 6 സ്ട്രാൻഡ്സ് ഇട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് തീരാറായി. അതുപോലെ നമുക്ക് ബാക്കിത്തെ സ്റ്റെംസും എല്ലാം ബാക്ക് സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് സ്റ്റെമ്മ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലീവ്സാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ ലീഫ് തയ്ക്കുന്നത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഫ്ലൈ സ്റ്റിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അല്ല, ഞാൻ കാണിച്ചു തരാം. ഫ്ലൈ സ്റ്റിച്ച് വെച്ച് അടുപ്പിച്ച് എങ്ങനെയാണ് ലീഫ് തയ്ക്കുന്നതെന്ന്. ആദ്യം തയ്ക്കാൻ നേരത്തെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ഇതിന് ഇത് എന്തോരം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടം വരെയാണ് എടുക്കുന്നത്. ഈ ഒരു ലെങ്ത്തിന് നമ്മൾ താത്തുകയാണ്. ഇത് സാധാ നമ്മൾ തയ്ക്കുന്ന മാതിരി ഒരു ലെങ്ത്ത് ഇങ്ങനെ തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഏത് സൈഡ് വേണമെങ്കിൽ എടുക്കാം, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കുക. ഡിസൈൻ വരച്ചേക്കുന്ന ആ ഒരു പോർഷനിൽ നിന്ന്
ഇപ്പുറത്തെ സൈഡിലാണ്, ലീഫിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ കുത്തി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താത്തിയിട്ട് ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ താത്തിയതിൻ്റെ ഈ ഒരു പോയിന്റിൽ തൊട്ട് താഴെ തന്നെ, ഒട്ടും അകത്തരുത്, തൊട്ട് താഴെ തന്നെ വയ്ക്കുക. എന്നാലും അടുപ്പിച്ചെന്നിട്ട് ഈ ത്രെഡിൻ്റെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ പാസ് ചെയ്യുക. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ അവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുത്താലും മതി, സെൻറ്ററിലോട്ട് കുത്തി എടുത്താലും മതി. എന്നിട്ട് തൊട്ട് താഴെ തന്നെ താത്തവും വേണം, ഒത്തിരി ഡിസ്റ്റൻസ് വെക്കരുത്, തൊട്ട് താഴെ തന്നെ താത്തവും വേണം. ഇങ്ങനെ വീണ്ടും നമ്മൾ ഡിസൈൻ വരച്ചേക്കുന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ എടുത്തതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് വീണ്ടും നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടുന്ന് ഈ ഡിസൈൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റിലോട്ട് സെൻറ്ററിൽ വരച്ചേക്കുന്ന ആ രീതിയിൽ തൊട്ട് താഴെ തന്നെ, നേരത്തെ എടുത്തതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ നീഡിലെടുക്കണം. ഇങ്ങനെയാണ് ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ലീഫോ അല്ലെങ്കിൽ ഫ്ലവറോ എന്തെങ്കിലും ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. അടുപ്പിച്ച് തയ്ക്കുക. അകത്തി തയ്ക്കുന്ന അത് വേറൊരു പാറ്റേണും ആക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തയ്ക്കാം. അകത്തി വേണമെങ്കിൽ അകത്തി തയ്ക്കാം. അപ്പോൾ പാറ്റേൺ, ഡിസൈനിൻ്റെ പാറ്റേൺ, ആ ഒരു ഭംഗി വേറെയാണ്. എന്ന് വെച്ചാൽ അടുപ്പിച്ച് തയ്ക്കുന്ന ഭംഗി വേറെ, അകത്തി തയ്ക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പം ഏതാ വേണ്ടേ എന്ന് വെച്ചാൽ ആ ഒരു പാറ്റേൺ ചൂസ് ചെയ്യുക, എന്നിട്ട് തയ്ക്കുക. ഇപ്പം നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ലീഫ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ നടുക്കേ കൂടെ പോകുന്ന ആ ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ലീഫും ഇതുപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ച് വെച്ച് തയ്ക്കാം. അപ്പം ഞാൻ ആ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ട് കെട്ടൊന്നും ഇടുന്നില്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അടിയിൽ കൂടെ തന്നെ വലിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ആ ലീവ്സ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലീവ്സ് എല്ലാം നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, ഈ ലീവ്സ് എല്ലാം. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിങ് ഏത് ലീഫിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, വന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ലീവ്സ് എല്ലാം തയ്ച്ച് പോവുകയാണ്. ഫിഷ് ബോൺ തയ്ക്കുമ്പോഴും ആദ്യത്തെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ നമ്മൾ ഇങ്ങനെ തന്നെ തയ്ക്കണം, ഫ്ലൈ സ്റ്റിച്ചിൽ തയ്ച്ചവരെ തന്നെ. അതുപോലെ തന്നെ ആദ്യത്തെ ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ നമ്മൾ ഇതുപോലെ തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ലീഫിൻ്റെ ഡിസൈനിൻ്റെ പോലെ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ തൊട്ട് താഴത്തോട്ട് നമ്മൾ താത്തുവാണ്. ഇനി അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ എടുത്തിട്ട് കുത്തി താത്തിയ സെയിം പോയിന്റിലോട്ട് തന്നെ താത്തുന്നു. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ താത്തിയതിൻ്റെ തൊട്ട് താഴത്തെ പോയിന്റിലോട്ട് നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് മാറ്റി വയ്ക്കുമ്പോഴാണ് ഫില്ല് ചെയ്ത് വരാണ്ടിരിക്കുന്നത്, നീറ്റ് ആവാണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് താത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 6 സ്ട്രാൻഡ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി വന്നോളും. അതല്ല 2 or 3 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫിഷ് ബോൺ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീവ്സും, ബാക്കിയുള്ള ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ള ലീവ്സ് എല്ലാം നമ്മൾ ഫിഷ് ബോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് ബോൺ യൂസ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ലീവ്സും നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മൾ ഫിഷ് ബോൺ വെച്ചിട്ട് ലീവ്സ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് ഇവിടെ ഒരു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ടും ബാക്ക് സ്റ്റിച്ചുമാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടിപ്പിൽ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ കുഞ്ഞു മുട്ട് പോലെ. അപ്പോൾ ഒരു വട്ടം ചുറ്റിയാൽ മതി. 6 സ്ട്രാൻഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ 2 വട്ടം ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു വട്ടം ചുറ്റുക.
അവിടെ തന്നെ താത്തുക. ചുറ്റിയിട്ട് അവിടെ തന്നെ താത്തുമ്പം ചിലവർ ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കെട്ടിട്ടിട്ടല്ലേ എടുത്തേക്കുന്ന അടിയിൽ കെട്ടുണ്ടാകും. ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ താത്തുമ്പം ആ കെട്ടിലോട്ടായിരിക്കും നീഡിൽ ഇറങ്ങിപ്പോണത്. അപ്പം അത് നീഡിൽ ആ കെട്ടിനെ വലിക്കും. അപ്പം താഴത്തോട്ട് കെട്ട് വലിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും ചിലവർക്ക് വരാറുണ്ട്. എല്ലാവരും അല്ല, ചിലവർക്ക് വരാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കുത്തി താത്താണ്ട്, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ കെട്ട് മാറ്റി പിടിക്കാൻ ഒരു കൈ കൊണ്ട് മാറ്റി പിടിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, തൊട്ടടുത്ത് കുത്താണ്ട് അങ്ങനെ കുത്തിയാൽ മതി. ഓക്കെ. ഇനി ഇത് ബാക്ക് സ്റ്റിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രഞ്ച് നോട്ട് സൈഡിലുള്ള ബ്രാഞ്ചസിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു മൊട്ട് പോലെ ഒരു ഫീലിങ്ങിന് കിട്ടാനായിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഫ്രഞ്ച് നോട്ട് ഇടയ്ക്കിടയ്ക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ മറ്റേ ബ്രാഞ്ചിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിൻ്റെയും ബ്രാഞ്ചിൻ്റെ ടിപ്പിലൊക്കെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് ഈ ഒരു ബ്രാഞ്ചസ് നമുക്ക് ഫ്രഞ്ച് നോട്ടും ബാക്ക് സ്റ്റിച്ചും വെച്ചിട്ട് ഈ ബ്രാഞ്ചസ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 ബ്രാഞ്ചാണ് തയ്ക്കേണ്ടത്. ഈ 2 ബ്രാഞ്ചസിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെം ആദ്യം ലേസി ഡേസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റെം അങ്ങനെ തയ്ച്ചു പോകാം. സ്റ്റാർട്ടിങ് ഈ ടിപ്പിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഇങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തയ്ച്ചാലും നല്ലതാണ്. പക്ഷെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റെം തയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ലേസി ഡേസി വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെം പിന്നെ തുടങ്ങി. ഇനി ഇത് ഇവിടെ നിർത്തിയിട്ട് ഇനിയിപ്പം ബാക്കിത്തെ ലേസി ഡേസി ബാക്കിത്തെ കണ്ടിന്യൂ ചെയ്ത് തയ്ക്കും. നമ്മൾ ലീവ്സും തയ്ച്ചു കഴിഞ്ഞു ലേസി ഡേസി വെച്ചിട്ട്. ഇനി നമ്മൾ ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവർ തയ്ക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 3D എഫക്റ്റുള്ള ഫ്ലവറാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ പെറ്റലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് എടുക്കുക. ഇപ്പോൾ ഇവിടം വരെ ഇങ്ങനെ നമ്മൾ 3-4 വട്ടം ബൂളിയൻ നോട്ട് ചെയ്യുക. നടുക്കേ കൂടെയാണ് ചെയ്യുന്നത്, വട്ടം ചെയ്യുവാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ നമ്മളിങ്ങനെ എടുത്തു. ഈ പെറ്റലിൻ്റെ ഈ വീതിയിൽ ഇങ്ങനെ വട്ടം എടുത്തിട്ട് ഇതിനിപ്പോൾ ഇത്രയും ലെങ്ത്തിന് എന്തോരം വട്ടം ചുറ്റണം, ഒരു 15 വട്ടമൊക്കെ ചുറ്റിയാൽ മതിയാവും. അപ്പോൾ അത്രയും വട്ടം നമ്മൾ സൂചിയിൽ ഇതുവരെ ചുറ്റാൻ പോവാണ്. ഇപ്പോൾ ഒരു 15 വട്ടം ചുറ്റിയിട്ടുണ്ട്. നമുക്ക് വലിച്ചെടുക്കാം. ഇത് നല്ലോണം ടൈറ്റൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ താത്തുക. ഇപ്പോൾ ഇത് ഒരു വട്ടമായി. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മളിഞ്ഞ് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രൊജക്ഷൻ കിട്ടാനായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3D ഇഫക്റ്റ് കിട്ടാനായിട്ട്, പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂളിയൻ നോട്ട് ചെയ്യുന്നത്. അതിപ്പം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെന്നില്ല. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് അകത്തി ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇനി ഇവിടെയാണ് ബൂളിയൻ നോട്ട് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ ഇത്രയും രീതിയിൽ തന്നെ ചെയ്യണം. പെറ്റലിൻ്റെ സൈസിൽ തന്നെ ബൂളിയൻ നോട്ടും ചെയ്യണം. അപ്പം ഇത്രയും വീതിയിൽ ചെയ്യുമ്പം ചുറ്റണതും അതുപോലെ കൂടണം. ഇതിപ്പോൾ ഒരു 20+ എങ്ങാനും ചുറ്റിയാലാണ് ഈ ഒരു വീതിയിൽ വരിക. അപ്പോൾ ഒത്തിരി വട്ടം ചുറ്റുമ്പോൾ ചിലവർക്ക് സൂചിയിൽ നിന്ന് ഊരിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ടൈറ്റിൽ ചുറ്റാണ്ട് പയ്യെ ലൂസായിട്ട് ചുറ്റിയാൽ മതി. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ത്രെഡ് തയ്ക്കാൻ എടുക്കുമ്പോൾ ഇത്തിരി ലെങ്ത്തായിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കെട്ടിടേണ്ടി വരും. ഇങ്ങനെ എടുക്കുക, നല്ല നീളമുള്ള സൂചി എടുക്കുക.
ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 22 ടൈംസ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് പയ്യെ ഊരിയെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ചുറ്റിയേക്കുന്നത് മറ്റേ കൈ കൊണ്ട് നമ്മൾ സൂചിയുടെ താഴത്തോട്ട് പയ്യെ പയ്യെ അല്ലെങ്കിൽ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ താത്തി കൊടുത്തിട്ട് പിന്നെ വലിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ വട്ടം ചുറ്റുന്ന കാരണം ചിലപ്പോൾ ടൈറ്റായിട്ടിരിക്കും, ഊരി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ താത്തി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ടൈറ്റാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പയ്യെ താത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. നല്ലോണം ടൈറ്റൻ ചെയ്യുക, നല്ല ഇതായിട്ട് വെക്കുക, നല്ല മുറുക്കെ തന്നെ നഖം വെച്ചിട്ട് നല്ലോണം ടൈറ്റൻ ചെയ്തിട്ട് വേണം. നമുക്ക് മെയിലായിട്ട് ഒരു ബുള്ളിയൻ നോട്ടും കൂടെ നമുക്ക് ചെയ്യണം. ഇതിൻ്റെ അകത്ത് 22 ടൈംസ് ചുറ്റണ്ട, ഒരു 18 വട്ടം അല്ലെങ്കിൽ 15 കൂടുതൽ, ഇപ്പോൾ ഒരു 18 വട്ടമൊക്കെ ചുറ്റിയാൽ മതി. ഞാനിപ്പോൾ 18 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഞാൻ 3 വട്ടം ബൂളിയൻ നോട്ട് ഇതിങ്ങനെ ഒരേ പെറ്റലിൻ്റെ നടുക്കേ കൂടെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ പോവുക. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ മേളിൽ കൂടെ ഇവിടം വരെയാണ് പെറ്റലിൻ്റെ ലെങ്ത്ത്, അപ്പോൾ അവിടെ താത്തുന്നു. നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി നിൽക്കും, ഓരോ പെറ്റലും നമ്മുടെ ഇതുപോലെ പൊങ്ങിയിരിക്കും. ഇനി അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ സൈസ് കൂടുന്തോറും, ഇതിപ്പോൾ ഞാൻ 3 വട്ടം തയ്ച്ചേക്കുന്നത്, അത് നമുക്ക് നീളം കൂടുവാണെങ്കിൽ 4 ആക്കാം, അല്ലെങ്കിൽ നീളം കുറവാണെങ്കിൽ 2 ആക്കാം. അങ്ങനെ എത്ര ഇതിൽ വേണമെങ്കിലും നമ്മുടെ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു പെറ്റൽ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം തടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ബൂളിയൻ നോട്ടിൻ്റെ ഗ്യാപ്പ് കുറച്ചും കൂടെ നല്ലോണം അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇതുവരെ. അപ്പോൾ അതുപോലെ ബാക്കിയത്തെ എല്ലാ പെറ്റൽസും നടുക്ക് ഫ്രഞ്ച് നോട്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ പാറ്റേൺ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ കാണിച്ച ആ ഒരു ഡിസൈൻ തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ തയ്ച്ച് വെച്ചൊരു പില്ലോ കുഷൻ കവറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ഇതിൻ്റെ അകത്ത് തയ്ച്ചേക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു 3D എഫക്റ്റുള്ള ഫ്ലവർ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയിൽ വരികയും ചെയ്തു, കളർ കോമ്പിനേഷൻസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കുഷൻ കവറാണ്. അപ്പോൾ നമുക്ക് കുഷനിലിട്ടാൽ ഇതെങ്ങനെ ഇരിക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദേ കുഷനിലിട്ട് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും. ആ ഒരു സൈഡിൽ കോർണറിലായിട്ടാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു 3D എഫക്റ്റുള്ള ഫ്ലവർ തയ്ച്ച് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.